എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വയംഭോഗം ചെയ്താൽ മുഖക്കുരു വരുമോ? ശാസ്ത്രം പറയുന്നത് എന്ത്? നമ്മളിൽ പലരും കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. സ്വയംഭോഗം ചെയ്താൽ മുഖത്ത് നിറയെ മുഖക്കുരു വരും, ശരീരത്തിന് ബലക്ഷയം വരും, കണ്ണിന് താഴെ കറുപ്പ് വരും എന്നൊക്കെ. ഇത് കേട്ട് പേടിച്ച് ടെൻഷൻ അടിച്ചവരും കുറ്റബോധം തോന്നിയവരും ഒരുപാടുണ്ട്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? സ്വയംഭോഗവും മുഖക്കുരുവും തമ്മിൽ എന്തെങ്കിലും ശാസ്ത്രീയ ബന്ധമുണ്ടോ? മെഡിക്കൽ സയൻസ് ഇതിനെക്കുറിച്ച് കൃത്യമായി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ശാസ്ത്രീയമായ സത്യം നോക്കാം. നേരെ കാര്യത്തിലേക്ക് വരാം. സ്വയംഭോഗവും മുഖക്കുരുവും തമ്മിൽ യാതൊരു ശാസ്ത്രീയ ബന്ധവുമില്ല. ലോകത്തെ ഒരു മെഡിക്കൽ പഠനത്തിലും ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇത് തലമുറകളായി പകർന്നു പോരുന്ന ഒരു തെറ്റായ ധാരണ മാത്രമാണ്. സ്വയംഭോഗം എന്നത് മനുഷ്യ ശരീരത്തിലെ തികച്ചും സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ്. ഇത് ചെയ്യുന്നത് കൊണ്ട് മുഖത്ത് കുരുക്കൾ വരാനോ ഉള്ള കുരുക്കൾ കൂടാനോ യാതൊരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നത്? ഇതിന് പ്രധാനമായും ഒരു കാരണമുണ്ട്: പ്രായം. കൗമാരപ്രായത്തിലാണ് ഒരാളിൽ പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ തുടങ്ങിയ ഹോർമോൺ വ്യതിയാനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഈ സമയത്താണ് സ്വാഭാവികമായി സെബേഷ്യൻ ഗ്രന്ഥികൾ കൂടുതൽ എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നതും മുഖക്കുരു ഉണ്ടാകുന്നതും. ഇതേ പ്രായത്തിലാണ് പലരിലും ലൈംഗിക ആകാംക്ഷകളും സ്വയംഭോഗ ശീലങ്ങളും ആരംഭിക്കുന്നത്. ഒരേ പ്രായത്തിൽ ഒരുമിച്ച് സംഭവിക്കുന്ന ഈ രണ്ടു കാര്യങ്ങളെ ആളുകൾ പരസ്പരം ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ തുടങ്ങി. അതാണ് തലമുറകളായി ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കാൻ കാരണമായത്. മുഖക്കുരു വരുന്നത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായി മനസ്സിലാക്കാം. ഒന്നാമതായി, അമിത എണ്ണമയം. ചർമ്മത്തിലെ ഗ്രന്ഥികൾ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുമ്പോൾ മുഖക്കുരു വരാനുള്ള സാധ്യത ഏറും. അടുത്തതായി രണ്ടാമത്തെ പോയിന്റാണ് അടഞ്ഞുപോയ സുഷിരങ്ങൾ. മൃതകോശങ്ങളും പൊടിയും അടിഞ്ഞുകൂടി ചർമ്മത്തിലെ സുഷിരങ്ങൾ അടയുമ്പോൾ മുഖക്കുരു വരാനുള്ള സാധ്യത കൂടും. മൂന്നാമതായി ബാക്ടീരിയ അണുബാധ. അടഞ്ഞ സുഷിരങ്ങളിൽ ബാക്ടീരിയകൾ വളരുമ്പോഴാണ് മുഖക്കുരു പഴുക്കുന്നതും വീക്കമുണ്ടാകുന്നതും. അവസാനത്തെ പോയിന്റാണ് ജീവിതശൈലി. അമിതമായ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, എണ്ണയും മധുരവും കൂടിയ ഭക്ഷണരീതി എന്നിവയും മുഖക്കുരു വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് അശാസ്ത്രീയമായ കഥകൾ കേട്ട് കുറ്റബോധമോ മാനസിക സമ്മർദ്ദമോ ഉണ്ടാകേണ്ടതില്ല. മുഖക്കുരു മാറ്റാൻ ചെയ്യേണ്ട ലളിതമായ ചില കാര്യങ്ങൾ നോക്കാം. ദിവസവും 2 തവണ വീര്യം കുറഞ്ഞ ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകുക. ധാരാളം വെള്ളം കുടിക്കുകയും കൃത്യമായ ഉറക്കം ശീലമാക്കുകയും ചെയ്യുക. മുഖക്കുരു അമിതമായി ഉണ്ടെങ്കിൽ സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അനാവശ്യമായ തെറ്റിദ്ധാരണകൾ മാറ്റി ശരിയായ അറിവ് പങ്കുവെക്കുക. ഈ വിവരം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.